ഈ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലേക്ക് മത്സ്യം കൊണ്ടുവരുന്ന വാഹനം, പെട്ടികൾ, ഈ മത്സ്യമാലിന്യം അതൊക്കെ കാരണം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ അമ്പലപ്പള്ളി മുഹമ്മദ് റോഡിന് സമീപം താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ. അതിരാവിലെ മത്സ്യങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ തിരക്കായതിനാൽ റോഡിലൂടെ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതി. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സെൻട്രൽ മാർക്കറ്റ് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മാർക്കറ്റിലേക്ക് മത്സ്യം കൊണ്ടുവരുന്ന വാഹനങ്ങളും പെട്ടികളും മത്സ്യമാലിന്യങ്ങളും കാരണം അമ്പലപ്പള്ളി മുഹമ്മദ് റോഡിലൂടെ തങ്ങൾക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല എന്നാണ് കുടുംബങ്ങളുടെ പരാതി. റോഡിലെ മത്സ്യമാലിന്യ അവശിഷ്ടങ്ങൾ കാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് രാവിലെ ഇതിലൂടെ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സെൻട്രൽ മാർക്കറ്റ് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നിലനിൽക്കെയാണ് ഈ അവസ്ഥ തുടരുന്നത്. ഇവിടെ ഒരു മീൻ കച്ചവടം ഒന്നിനും ചെയ്യാൻ പാടില്ല. ഈ റോഡ് എന്ന് പറഞ്ഞാൽ അമ്പലപ്പള്ളി റോഡ്. ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഒരൊറ്റ പോകാനുള്ള ഒരൊറ്റ വഴിയുള്ളൂ. ഇവിടെ ഏതെങ്കിലും രോഗികൾക്കോ ഒരു ഹോസ്പിറ്റൽ കേസോ കുട്ടികൾക്കോ ഒന്നും ഒരു മര്യാദയ്ക്ക് രാവിലെ സ്കൂളിൽ പോകാനോ ഒന്നിലും ഇതിലോ വഴിയില്ല. രോഗികൾക്കാണെങ്കിൽ ഒരു രാവിലെ നിങ്ങളൊന്ന് വന്ന് നോക്കിയാൽ രാവിലെ ഇവിടെ കംപ്ലീറ്റ് വണ്ടികൾ ഇതൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് വല്ല ഹോസ്പിറ്റൽ കേസായിട്ട് പുറത്ത് വരെ പോകാൻ കഴിയാൻ ഇല്ല. സെൻട്രൽ മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി മത്സ്യ മാർക്കറ്റ് താൽക്കാലികമായി മാറ്റുന്നത് നിലവിലെ മാർക്കറ്റിന്റെ വടക്ക് ഭാഗത്ത് 40 സെന്റ് സ്ഥലത്തേക്കാണ്. അമ്പലപ്പള്ളി മുഹമ്മദ് റോഡിൽ ഇനി മത്സ്യങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ തിരക്ക് കൂടുമെന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം മാർക്കറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൂടെ മത്സ്യക്കച്ചവടം മാറ്റാൻ കോർപ്പറേഷന് പ്ലാൻ ഉണ്ടെന്നും അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാകുമെന്നും ഇവർ ഭയപ്പെടുന്നു. പിന്നെ ഈ വരുന്ന ഇതിനുള്ളിൽ നിങ്ങൾ ഒരു മീനിന്റെ ഏർപ്പാട് തുറക്കണം. ഞങ്ങളെ കിണറാണ് അത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നാൽ അറിയാം ഞങ്ങൾക്ക് അതിന്റെ പവർ. മത്സ്യ മാർക്കറ്റിന്റെ പ്രവർത്തനത്തിന് എതിരല്ലെന്നും എന്നാൽ തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നുമാണ് ഇവർ പറയുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.